ഇന്നത്തെ പ്രധാന വാർത്തകൾ. ആദ്യം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. ഇന്ന് 2024 ഡിസംബർ 17. ഇന്നാണ് റൈറ്റ് ബ്രദേഴ്സ് ഡേ. 1903 ഡിസംബർ 17 റൈറ്റ് സഹോദരന്മാരാണ് ലോകത്ത് ആദ്യമായി ഒരു വിമാനം പറത്തിയത്. ഈയിടെ പട്ടാള നിയമം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഇംപീച്ച് ചെയ്ത രാജ്യമാണ് ദക്ഷിണ കൊറിയ. ഇന്ത്യയിലെ ആദ്യ AI നഗരമായി ഉത്തർപ്രദേശിലെ ലക്നൗ. ഉത്തർപ്രദേശ് സർക്കാരാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. AI ഇക്കോസിസ്റ്റം സ്ഥാപിക്കുക എന്നതാണ് ലക്ഷ്യം. 2024 WTA പുരസ്കാരം നേടിയ ടെന്നീസ് താരമാണ് ആര്യാന സബലങ്ക. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴി നടത്തുന്ന ജോലികളെ കുറിച്ച് പരാതി നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ആപ്പ് ആണ് ജൻ മനരേഗ. വിജ്ഞാൻ ഭാരതിയുടെ കീഴിലുള്ള ലോക ആയുർവേദ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന 10ാമത് ലോക ആയുർവേദ കോൺഗ്രസിന് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ വേദിയായി. തബലയുടെ ഉസ്താദ് വിടവാങ്ങി. ലോക പ്രശസ്ത തബലിസ്റ്റ് സാക്കിർ ഹുസൈൻ അന്തരിച്ചു. 73 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. 4 തവണ സംഗീതത്തിലെ ഉയർന്ന ബഹുമതിയായ ഗ്രാമി അവാർഡ് നേടിയിട്ടുണ്ട്. 2024 ഡിസംബറിൽ ബ്രിട്ടനിൽ നാശനഷ്ടം വിതച്ച ചുഴലിക്കാറ്റിന്റെ പേരാണ് ഫ്ലോറൻസ് ജോൺ പിയ. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പൈലറ്റാണ് 18 വയസ്സുകാരൻ സമീർ ഹുള്ളു. 2022 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ ഉച്ചകോടി ഫ്രാൻസിലാണ് നടക്കുന്നത്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം മരച്ചീനികളാണ്, അതായത് കപ്പ, ശ്രീഅന്നവും ശ്രീമന്നയും. അണ്ടർ-19 വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഇന്ത്യൻ ടീമിൽ വീണ്ടും മലയാളിയെ ഇടം പിടിച്ചു. വയനാട് കൽപ്പറ്റ സ്വദേശി VJ ജോഷിതയാണ് താരം. മിന്നുമണിക്കും സജ്ഞയ്ക്കും പിന്നാലെ ടീമിൽ ഇടം നേടുന്ന മലയാളിയാണ് VJ ജോഷിത. നിലവിൽ വനിതാ പ്രീമിയർ ലീഗിൽ ഡൽഹി ക്യാപിറ്റലിന്റെ ബൗളിംഗ് താരമാണ്. 2024 സയ്യിദ് അലി ട്രോഫി ചാമ്പ്യന്മാരായി മുംബൈ. മധ്യപ്രദേശിനെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് മുംബൈ വിജയിച്ചത്. ഇന്ത്യൻ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ പ്രധാന T20 ടൂർണമെന്റാണ് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി. 2024 ജൂനിയർ വനിതാ ഹോക്കി ഏഷ്യ കപ്പിൽ ഇന്ത്യ ജേതാക്കളായി. ഫൈനലിൽ ചൈനയെ ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം നിലനിർത്തിയത്. 2027 ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പിന് ബ്രസീൽ ആതിഥേയത്വം വഹിക്കും. 2023 ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പിന് വേദിയായത് ഓസ്ട്രേലിയയും ന്യൂസിലാൻഡുമാണ്. ഉപഗ്രഹങ്ങളെ ആവശ്യമുള്ള ഭ്രമണപഥത്തിൽ നിലനിർത്താൻ ഉപയോഗിക്കുന്ന രാജ്യത്തെ ആദ്യം ഗ്രീൻ
പ്രൊപ്പൽഷൻ സിസ്റ്റം ബൂസ്റ്റർ ബൈ ആസ്ഥാനമായുള്ള സ്റ്റാർട്ട് അപ്പ് കമ്പനിയായ മാർസ് സ്പേസ് ടെക്നോളജിയാണ് ബൂസ്റ്റർ പ്രൊപ്പൽഷൻ സിസ്റ്റം വികസിപ്പിച്ചത്. 2024 കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ അന്താരാഷ്ട്ര ചലച്ചിത്ര മത്സര വിഭാഗത്തിന്റെ ജൂറി ചെയർപേഴ്സണായി നിയമിതയായത് ഫ്രഞ്ച് ഛായാഗ്രാഹക ആനിയസ് ഗോദർദാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.